ഹലോ ഗൈസ്, അപ്പോൾ അതേ ഫുട്ബോൾ കളിയൊക്കെ കഴിഞ്ഞ് ഉറുഗ്വേയും സ്പെയിൻ തമ്മിലുള്ള മത്സരങ്ങൾ കണ്ടിരിക്കായിരുന്നു. അപ്പോൾ സ്പെയിൻ ജയിച്ചല്ലോ. അപ്പോൾ അതേ ഇവനൊന്ന് പുറത്തിറക്കാൻ വേണ്ടിയിട്ടാണ്. ഇവളുടെ പേരാണ് കോക്കോ. ഞാൻ ഡൽഹിയിലുള്ളപ്പോൾ വാങ്ങിയതാണ്. അപ്പോൾ ഒരു 4 വയസ്സാവാറായി. പക്ഷേ കുസൃതി മാറിയിട്ടില്ല. ഹസ്കി ആയതുകൊണ്ടേ അടക്കൽ പ്രശ്നമാണ്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ വലിച്ചിട്ട് പോവുള്ളൂ. എങ്ങനെ വന്നാലും നടക്കില്ല, മര്യാദയ്ക്ക് നടക്കില്ല. കാരണം നല്ല എനർജറ്റിക്കാണ്. അപ്പോൾ ഇങ്ങനെ കൊണ്ട് നടക്കണം. പക്ഷേ ഇവിടെയാണെങ്കിൽ നിറച്ച് ആൺപട്ടികളും ഉണ്ട്, നാടൻ പട്ടികളും. അത് കാരണം അഴിച്ചുവിടലും കാര്യങ്ങളും പ്രശ്നമാണ്. പിന്നെയാണെങ്കിൽ ഇവനെ കൊണ്ടിങ്ങനെ നടക്കണം. ഇവനെ കൊണ്ടൊന്ന് പുറത്തിറങ്ങാൻ പോയതാ. കെട്ടിയാലോ പാവട്ടോ, വലിയ പ്രശ്നം കലാപമൊന്നുമില്ല. ആ കഴിച്ചിട്ടാൽ നമ്മളെ കണ്ടതിനെ നമ്മൾ എടുത്തേക്ക് വരില്ല എന്നുള്ളൂ. മുതലാളിനെ കണ്ടാൽ വേറെ ആരെ കണ്ടാലും എടുത്തേക്ക് വെക്കോളൂ. അങ്ങനെ കടിക്കുമോ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. മറ്റ് ഡോഗ്സിനായിട്ടും വലിയ സീനൊന്നുമില്ല. ആളൊരു പാവമാണ്. ഇവിടെ ഈ റൊട്ടിക്ക് മൊത്തം ഫുള്ള് ഡോഗ്സാണ്. അപ്പോൾ അങ്ങനെ അഴിച്ചിടാൻ പറ്റില്ല. അങ്ങനെ പോയി കഴിഞ്ഞ് ഇപ്പോൾ എന്തെങ്കിലും കടി കൂടിയാലോ. വീട്ടിൽ മറ്റേ നോറനെ കുഴപ്പമില്ല, ഒരു കടി കിട്ടി ഞാൻ തിരിച്ച് കടിച്ചോളും. പക്ഷേ ഇവളുടെ കാര്യം അങ്ങനെയല്ല. ഇവളുടെ കാര്യം കുറച്ച് പ്രശ്നമാണ്. അവിടെ ഒരു പട്ടിയുണ്ട്, അതിൻ്റെ അടുത്ത് വേണ്ട. വാ, ആളത്ര പാവമൊന്നുമല്ല കേട്ടോ. അങ്ങനെ എന്നാലും പക്ഷേ കുഴപ്പമില്ലാതെ നിന്നോളൂ. പോയോ വഴി അപ്പുറത്തൊക്കെ നിറച്ച് പട്ടിയാണ്. എല്ലായിടത്തും ഡോഗ്സ് ഉണ്ട്. വന്ന് പുറത്ത് പോയിട്ട് ഇവിടെ നിന്ന് വെച്ചാലേ ഇവിടെ മൊത്തം ഇവിടെയൊക്കെ ഡോഗ്സാണ്. അപ്പോൾ ഒറ്റയ്ക്ക് വിടാനും പറ്റില്ല. ഇപ്പോൾ നമ്മളിൽ വന്നതിന് ചില കൂട്ടത്തോടെല്ലാം വരാം നാടൻ പട്ടികൾ. അതാരും പേടിയാണ്, ഈ വെള്ളം ചെയ്യുമോ ഉപദ്രവിക്കുമോ എന്നുള്ള രീതിയിൽ ആരെങ്കിലും കൊണ്ടുവരും. പക്ഷേ ബൈ, ആൾ വലിയ സീനില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിന്നോളും. ആൾ കുറച്ച് നടന്നാൽ മാത്രം മതി. ബൈ, കുറച്ചൊന്ന് നടന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ആൾ ഓക്കെയാണ്. പിന്നെ ആൾ നമ്മുടെ കൂടെ തന്നെ നടക്കും. അല്ലെങ്കിൽ എന്ന് വെച്ചാൽ ഫുള്ള് ഒട്ടായിരിക്കും, ഒന്നും ചെയ്യാൻ പറ്റില്ല. ആൾ പറക്കും. കണ്ടാ, ഇടയ്ക്കിട്ട് ഈ ബ്രൈറ്റ്നസ് കട്ടായി പോകുന്നുണ്ട്. എന്താണാവോ, മുങ്ങിപ്പോണു. അപ്പിടാൻ പോകണം. അല്ല ഉള്ളിതാ. ബൈ ബൈ. അപ്പോൾ ശരി. അപ്പോൾ വിളപ്പറ്റി പിന്നെ വേറെ എന്തിട്ടാ, ഈ വട്ടം തിരിഞ്ഞ് ബ്രീഡാക്കണം. കാരണം 4 വയസ്സാവാറായില്ലേ, ഇതുവരെ ചെയ്യിപ്പിച്ചിട്ടില്ല. ഒരു വട്ടെങ്കിലല്ലേ ചെയ്യിക്കണ്ടേ, ഇല്ലെങ്കിൽ ഞാൻ ക്രൂരതയായി പോയില്ലേ. അല്ലടി ബാ. ബൈ. ഇത്ര നടത്തിക്കും. പിന്നെ വീടിൻ്റെ അവിടെ കുറച്ച് നേരം ഇരുത്തി ഫുള്ളൊന്ന് ക്ലീനാക്കും. അങ്ങനെയൊക്കെയാണ് പരിപാടികൾ. ഓക്കെ ബൈ.